മലപ്പുറം ദേശീയപാതയിൽ മൊബൈൽ ഫോണിൽ സംസാരിച്ച് ബസ് ഓടിച്ച് സ്വകാര്യ ബസ് ഡ്രൈവർ. കോഴിക്കോട് തൃശൂർ റൂട്ടിൽ ഓടുന്ന ശാസ്ത ബസ്സിലെ ഡ്രൈവറാണ് മൊബൈലിൽ സംസാരിച്ച് ബസ് ഓടിച്ചത്. കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് 100 മീറ്റർ മാറിയാണ് സംഭവം. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ശാന്തകുമാർ വെള്ളാരത്തിരിക്കുകയാണ് കുറ്റിപ്പുറത്ത് നിന്ന്. ശാന്തകുമാർ, എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത ചിലരുണ്ടാകും. തീർച്ചയായും രുചിഷ, അത് തന്നെയാണ്. ഈ ദേശീയപാത 66 വളരെ വേഗത്തിൽ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന ഒരിടമാണ്. അത് ഈ സ്വകാര്യ ബസ്സുകളെയും മറ്റ് വലിയ വാഹനങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരിലെ ഡ്രൈവർമാർ വളരെ ആയാസത്തോടു കൂടി ഡ്രൈവ് ചെയ്യുന്ന ഒരു ഇടമായി മാറിയിട്ടുണ്ട് എന്നാണ് ഈ നാട്ടുകാരും പറയുന്നത്. കാരണം മറ്റ് കൂടുതൽ ജോലികളില്ല ഈ ബസ് ഓടിക്കുമ്പോൾ. ഈ നാഷണൽ ഹൈവേ കൂടെ വളരെ അലസമായി ഇങ്ങനെ വണ്ടി ഓടിക്കുകയും ഒപ്പം തന്നെ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം, മൊബൈൽ ഫോൺ ഉൾപ്പെടെ നോക്കി ഇങ്ങനെ പോകുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. ആ പതിവ് കാഴ്ച തുടരുന്നതിനിടെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നാട്ടുകാർ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ളത്. കാരണം ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെ അവരുടെ നാട്ടുകാരുടെ ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ ദൃശ്യങ്ങളും പകർത്തിയിട്ടുള്ളത്. അത് അധികൃതരെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെയാണ് അപകടം നടന്നത്. ഈ ദൃശ്യങ്ങൾ എടുത്തത് മിനിഞ്ഞാന്നാണ്. അതായത് അപകടം നടക്കേണ്ട തലേ ദിവസമാണ് ഈ ദൃശ്യങ്ങൾ എടുത്തത്. അതിനുശേഷമാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അത് ഇതിലെ ഒരു പതിവ് കാഴ്ചയാണ് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ ഇപ്പോഴും പറയുന്നത്. ഇത് അധികൃതർ ഇതിനെ കർശന നടപടിയെടുക്കണം. ഈ ദേശീയപാതയുടെ അമിത വേഗത്തിൽ വാഹനങ്ങൾ പോകുന്നു എന്നുള്ളതും ഒപ്പം തന്നെ ഡ്രൈവർമാർ അലക്ഷ്യമായി വാഹനങ്ങൾ ഓടിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ ഡ്രൈവർമാരും ഒരുപോലെയല്ല, പക്ഷേ പല ഡ്രൈവർമാരും പ്രത്യേകിച്ച് ദീർഘദൂര ബസ്സുകളിലെ പല ഡ്രൈവർമാരും ഇത്തരത്തിൽ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് പതിവ് കാഴ്ചയാണ് ഇവിടെ എന്ന് തന്നെയാണ് നാട്ടുകാരുടെ പരാതി. രുചിഷ. ശരി ശാന്തകുമാർ, എന്തായാലും ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഒരു ഇരുചക്ര വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്നത് പോലും ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ്.